morning, my dear kids. Welcome to my kids garden. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് പുതിയ ക്ലാസ്സിലോട്ട് പോയാലോ? നമുക്കിന്ന് ഏത് അക്ഷരമാണ് പഠിക്കാനുള്ളത്? എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ എന്തുവരെയാണ് പഠിച്ചത്? യെസ്, നമ്മൾ ഓ വരെയാണ് പഠിച്ചത് അല്ലേ? ഓ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? പറഞ്ഞേ. ഓ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്റർ ഏതാണ്? പി അല്ലേ? ഏതാണ്? പി. നമുക്ക് പി എഴുതുന്നതിന് മുമ്പ് റിവൈസ് ചെയ്താലോ? ഇന്നത്തെ കണക്ക് റിവൈസ് ചെയ്യാം. നമ്മള് പഠിച്ച അക്ഷരങ്ങൾ അതിന്റെ കൂടെ പറഞ്ഞേ നമ്മുടെ കുഞ്ഞുമക്കള്. ഏതൊക്കെയായിരുന്നു? ഇത്രയും അക്ഷരങ്ങളല്ലായിരുന്നോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നത്? ഓക്കെ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം പി അല്ലേ? ഏതാണ് അക്ഷരം? പി. നമ്മുടെ പി എന്ന് പറയുന്ന അക്ഷരം എങ്ങനെയാ എഴുതുന്നേ? പറഞ്ഞേ. കൂടെ പറഞ്ഞേ. എങ്ങനെയാണ് പി എഴുതുന്നത്? നമ്മള് സ്റ്റാൻഡിംഗ് ലൈനിലേക്ക് കൊടുക്കുന്നു. എന്താ ചെയ്യുക? സ്റ്റാൻഡിംഗ് ലൈനിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കർവിനെ സ്റ്റാൻഡിംഗ് ലൈനിനെ കൊടുക്കുന്നു. എന്നിട്ട് ടോപ്പിൽ നിന്നും ഹാഫ് പോർഷൻ കർവിനെ കൊടുക്കുന്നു. ഏതക്ഷരമായി? പി. ഏതക്ഷരമായി? പി. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. നമുക്കപ്പം ഡോട്ട് ഇട്ടൊന്ന് എഴുതി നോക്കിയാലോ? എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നോക്കിക്കേ. ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു. മേലിൽ നിന്നും ടോപ്പിൽ നിന്നും ഹാഫ് പോർഷൻ കർവ് കൊടുക്കുന്നു. പി. ഓക്കെ. പി. സ്റ്റാൻഡിംഗ് ലൈൻ then curve പി. ഓക്കെ. നമുക്ക് ഇതിന്റെ മേലിൽ കൂടെ ലൈൻ കളിക്കാം. സ്റ്റാൻഡിംഗ് ലൈൻ curve പി. പി. പറഞ്ഞ എന്നെ എഴുതി പഠിക്കണേ. പി. എളുപ്പമല്ലേ? നമുക്കിനി ഫോർ ലൈൻ എഴുതി നോക്കിയാലോ? നോക്കാം. നമുക്കപ്പം പി ഫോർ ലൈൻ എഴുതി നോക്കിയാലോ? നോക്കാം. എങ്ങനെയാണ് നമ്മൾ പി പഠിച്ചത്? പറഞ്ഞേ. സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു അല്ലേ? സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു. ഒരു കർവ് കൊടുക്കുന്നു. പി. സ്മോൾ ലെറ്റർ പി. പറഞ്ഞ എന്നെ പഠിക്കണേ. സ്റ്റാൻഡിംഗ് ലൈൻ കർവ് പി. Small letter P. Small letter P. Okay ആണോ? Small letter P. Okay. ഇനി നമുക്ക് I മുതൽ P വരെ എഴുതാം. അപ്പൊ ഇതിന്റെ കൂടെ എഴുതണേ എന്റെ കുഞ്ഞുമക്കൾ. ഏതാണ്? I. ഏതാണ്? I. അടുത്ത ഏതാണ്? J. നെക്സ്റ്റ് ഏതാണ്? K. അടുത്തത് ഏതാണ്? L. ഈ മൂന്ന് ലൈനിൽ നോക്കി എഴുതണേ. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. ഞാനാണെങ്കിൽ സെറ്റ് ലൈൻ മാത്രം നോക്കിയായിരുന്നു എഴുതിയിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിൻ്റെയും ഓയിൻ്റെയും വീഡിയോയിൽ അങ്ങനെയാണ് ചെയ്തത്. ഓക്കെ. അത് ഞാൻ ഒരു ദിവസം എടുത്ത വീഡിയോസാണ്. എനിക്ക് ടൈമില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താ എൻ്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിച്ചോണം. 3 ലൈനിൽ നിർത്തി വേണം സ്മോൾ ലെറ്റർ എല്ലിനെ എഴുതാൻ. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് എം. എങ്ങനെയാണ്? സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു, ബാക്ക് വന്നു, ഇങ്ങനെ എഴുതുന്നു അല്ലേ? എം. ഇതിന്റെ അടുത്തത് ഏതാണ്? എൻ അല്ലേ?
എൻ. അടുത്തത് ഓ. അടുത്തത് പി. പി. ഓക്കെ അല്ലേ? ഏതൊക്കെ ലെറ്റേഴ്സാ പഠിച്ചേ? പറഞ്ഞേ. ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ, പി. ഇത്രയും ലെറ്റേഴ്സാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പം എൻ്റെ കുഞ്ഞുമക്കൾ എന്താ ചെയ്യുക? നല്ല വൃത്തിയായി എഴുതി പഠിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലെന്ന് പറയുന്നത് മാറിപ്പോകരുത്. ഓക്കെ, എല്ലെന്ന് പറയുന്ന ലെറ്റേഴ്സ് 3 ലൈൻസിൽ നിർത്തിയാണ് 4 ലൈൻ എഴുതുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഇത് ക്ലിയറാക്കി വീണ്ടും വീണ്ടും ക്ലിയറാക്കി പറഞ്ഞു തരുന്നത്. ഇത് ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ്, അതുകൊണ്ട് നിങ്ങളത് ക്ലിയറാക്കി എഴുതണം. ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.